ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 3000 പരം വേക്കൻസീസ് അവൈലബിൾ ആണ്, വന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതായത് 25,000 മുതൽ നമുക്ക് 81,000 വരെ നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ അവസരമാണ്. മാക്സിമം ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. മാക്സിമം എല്ലാവരും ഈ നോട്ടിഫിക്കേഷനും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഏത് ജോബാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് +2 ലെവലാണ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. +2 പാസ്സായവർക്ക് സിമ്പിളായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 23/6/25 ടു 18/7/25 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/7/25 അപ്പോൾ SC/ST ആണെങ്കിൽ നിങ്ങൾക്കൊരു പേയ്മെൻറ്റും ഇല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതർ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളൊരു 100 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പിന്നെ അതുപോലെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടയർ 1 ടയർ 2 2 എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ടയർ 1 ആണെങ്കിൽ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 8/9/25 ടു 18/9/25. ഇനി ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണെങ്കിൽ ഫെബ്രുവരി മാർച്ച് 26 എക്സാം വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പേ സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റും LDC, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ LDC ആൻഡ് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ പേ ലെവൽ 2 ആണ്. 19,000 മുതൽ 63,000 സംതിങ് വരെ നമുക്ക് സാലറി കിട്ടുന്നതായിരിക്കും. പിന്നെ ഡാറ്റ എൻട്രി ആണെങ്കിൽ നിങ്ങൾക്ക് പേ ലെവൽ 5 ഒക്കെയാണ് വരുന്നത്. 4, 5 ഒക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2,300 വരെ സാലറി കിട്ടാനുള്ള ജോബാണ്, നല്ല ഒരു അവസരമാണ്. പിന്നെ പേ ലെവൽ 4 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. 81,100 വരെയാണ് പേ ലെവൽ സാലറി ഉള്ളത്. ഇനി നമുക്ക് വേക്കൻസീസും കാര്യങ്ങളും നോക്കാം. 3000 പരം വേക്കൻസീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു അവസരം ഞാൻ പറഞ്ഞ പോലെ ആരും മിസ്സാക്കരുത്. 3000 പരം വേക്കൻസീസ് വന്നിട്ടുണ്ട്. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ്. പിന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഇവിടെ കാണാൻ പറ്റും. ഏജ് ലിമിറ്റ് വരുന്നത് 18 ടു 27 വയസ്സാണ് മാക്സിമം വരുന്നത്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം SC/ST ആണെങ്കിൽ 5 വർഷത്തേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷവും, അതുപോലെ PWD അൺറിസർവ്ഡ് ആണെങ്കിൽ 10 വർഷത്തേക്കുള്ള റിസർവേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏജ് റിലാക്സേഷനൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ഇത് ഫുള്ളായിട്ടൊന്നും ഞാൻ വായിക്കുന്നില്ല, കാരണം കുറേ ലെങ്ത് ഉണ്ട്. കാണാൻ പറ്റും 89 പേജുണ്ട്. അതൊന്നും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി പോവാം. അപ്പോൾ ഇനി പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞാൽ 12th പാസ്സായവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DO ഗ്രേഡ് A, മിനിസ്റ്ററി ഓഫ് കൺസ്യൂമർ അഫെയർ, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു ഇതിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ +2 സയൻസ് കാറ്റഗറിയിലായിരിക്കണം പഠിച്ചിരിക്കുന്നത്. സയൻസ് സബ്ജക്റ്റിലായിരിക്കണം, സ്ട്രീമിലായിരിക്കണം നിങ്ങൾ പഠിച്ചേണ്ടത്. ആ സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് ഈ ഒരു DOൻ്റെ മിനിസ്റ്ററി ഓഫ് കൺസ്യൂമർ അഫെയർ, ഫുഡ് ആൻഡ് പബ്ലിക് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് LDC, JSC അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ +2 ഏത് സ്ട്രീം ആണെങ്കിലും പ്രശ്നമല്ല. +2 പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 12th പാസ്സായവർക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഇവിടെ കാണാൻ പറ്റും ഹൗ ടു അപ്ലൈ എന്നാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. SSC പുതിയതായിട്ട് ഇപ്പോൾ വെബ്സൈറ്റാണ്, പഴയ വെബ്സൈറ്റ് അല്ല, പുതിയ വെബ്സൈറ്റിലോട്ട് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ SSC.government.in എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടുള്ള വെബ്സൈറ്റാണ്. പഴയ വെബ്സൈറ്റ് മാറി പുതിയ വെബ്സൈറ്റിലോട്ട് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തെറ്റുകൂടാതെ നമുക്ക് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നിങ്ങൾ തെറ്റുകൂടാതെ ചെയ്യുക. കാരണം നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ആണ്. ഏതെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് പിന്നെ തിരുത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം തെറ്റുകൂടാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ഞാൻ മുമ്പ് വീഡിയോ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ SC/ST ആണ് നിങ്ങൾക്ക് 1 രൂപ പോലും ചെയ്യേണ്ടതല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അതർ കാറ്റഗറി ആണെങ്കിൽ 100 രൂപ ഫീ കൊടുത്തിട്ട്
ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സാം സെൻറ്റർ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും കോഴിക്കോട്, കൊല്ലം, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ കവരത്തി ഐലൻഡിലും ഈ ഒരു എക്സാം സെൻറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നിടത്ത് നിങ്ങൾ കൊടുക്കുക. 3 ചാൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എവിടെയാണ്? നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, ലക്ഷദ്വീപിൽ അവിടെയാണ്, കവരത്തിയിലോട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് 3 ചാൻസ് ഉണ്ട്. അപ്പോൾ 3 പ്രിഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശമുള്ള എല്ലാ സംസ്ഥാനത്തും എക്സാം സെൻറ്റർ ഉണ്ട്. പിന്നെ വരുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ കാണാൻ പറ്റും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ടയർ 1, ടയർ 2 എന്ന് പറഞ്ഞിട്ട് 2 എക്സാമിനേഷൻ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ടയർ 1 എക്സാമിനേഷൻ സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണാൻ പറ്റും, ബേസിക് നോളജ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 50 മാർക്കിന് 2 മാർക്ക് വീതം. പിന്നെ ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറ്റും. ബേസിക് അരിത്തമെറ്റിക് സ്കില്ലാണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 50 മാർക്കിനാണ്. 60 മിനിറ്റാണ് നമുക്ക് സമയമുള്ളത്. ആ ഒരു 60 മിനിറ്റിൽ നമ്മൾ ഈ ഒരു ടയർ 1 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്ന ജനറൽ അവയർനെസ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് SSCക്ക് പഠിക്കാവുന്നതാണ്, പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് സ്കീം ഓഫ് ടയർ 2 എക്സാമിനേഷൻ ഇവിടെ കാണാൻ പറ്റും. അതായത് സബ്ജക്റ്റ് ഈ ടയർ 2വിൽ നമുക്ക് സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ബേസിലായിട്ട് വരുന്നത്. അപ്പോൾ 2 hour ആണ് ആൻഡ് 15 minutes ആണ് എക്സാം വരുന്നത്. ഇതിൽ ഇവിടെ കാണാൻ പറ്റുന്ന സെക്ഷൻ 1 ആണെങ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റീസ്, അതുപോലെ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ് വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 വീതമാണ് വരുന്നത്. അപ്പോൾ 1 hour നമ്മൾ ഓരോ സെക്ഷനും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സെക്ഷൻ 2 ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ കാണാൻ പറ്റും. ജനറൽ അവയർനെസ്സും ഉണ്ട്. അത് 40 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ 40, അതുപോലെ ജനറൽ അവയർനെസ് 20 മാർക്കിനാണ്, 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ സെക്ഷൻ 3 കാണാൻ പറ്റും കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് പാർട്ട് എ. അതായത് പാർട്ട് എ വരുന്നത് DEO, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ DEO ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ആ ഒരു ഇതിൽ സയൻസ് സ്ട്രീം പഠിച്ചവർക്കാണ് ഈ പാർട്ട് എ എന്നൊരു സെക്ഷൻ ഉണ്ടാകുന്നത്. ഈ പാർട്ട് ബി ആണെങ്കിൽ നോർമൽ DEOന് ഈ സയൻസ് സ്ട്രീം അല്ലാത്ത നോർമൽ DEOന് പാർട്ട് ബി ഉണ്ടായിരിക്കും. പാർട്ട് സി സെക്ഷൻ വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ്, LDC, അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ള് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തായാലും വീഡിയോ ലെന്ത് ആവും, പറഞ്ഞാൽ ഫുള്ളായിട്ട് ആ ഒരു സെക്ഷന് പറയുന്നില്ല. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ സ്കിൽ ടെസ്റ്റ് ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പോൾ പാർട്ട് എ നമ്മൾ പറഞ്ഞതുപോലെ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി മെൻഷനാണ്. ആ ഒരു സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് ടൈപ്പിംഗ് വരുന്നത് 15,000 കീ ഡിപ്രഷനാണ് വരുന്നത്. പെർ അവറിൽ 15,000 കീ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. പാർട്ട് ബി ആണെങ്കിൽ നോർമൽ DEO അതർ മറ്റേ സയൻസ് ഇല്ലാതെ +2 പഠിച്ചവർക്കാണെങ്കിൽ DEO വരുന്നത് 8,000 കീ ഡിപ്രഷനാണ് പെർ അവറിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നിങ്ങൾ LDC JSC ആണെങ്കിൽ അതിൽ വരുന്നത് ഇവിടെ കാണാൻ പറ്റും 15,500 കീ ആണ് വരുന്നത്, ഡിപ്രഷനാണ്. പെർ അവറിൽ നമ്മൾ ഇത് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ടയർ 1 എക്സാം കഴിഞ്ഞിട്ട് ടയർ 2 എക്സാമിന് നമുക്ക് ഒരു 3 മാസത്തെയൊക്കെ 3-4 മാസത്തെ ടൈമൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടൈപ്പിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ഏത് ബേസായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ജനറൽ ഇൻ്റലിജൻസിൻ്റെ ക്വാണ്ടിറ്റി ആംപ്ലിറ്റ്യൂഡിൽ ഏതാണ് ബേസായിട്ട് വരുന്നത്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് മാൾ പ്രാക്ടീസോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചും കൊണ്ട് മാത്രം ഈ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയറൊക്കെ ഈ PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കൺഫ്യൂസ് ഒക്കെ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാവുന്നതാണ്. വീഡിയോ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം
3000-ൽ പരം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ മുമ്പത്തേക്കാളും കൂടുതൽ വേക്കൻസി ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങൾ +2 ക്വാളിഫൈഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.